കാലുവഴിയേ കാഷ്ടിച്ചവൻ എന്ന് മാത്രമല്ല, കാലുവഴിയേ വീണത് വീണ്ടും കാലിൽ തൊട്ട് കൈകൊണ്ട് അത് തുടച്ച് തലയിലും മുഖത്തും ദേഹത്തും ആകെ പുരട്ടിയ ശേഷം പിന്നീട് ആരെങ്കിലുമൊക്കെ മനുഷ്യർക്ക് ദുർഗന്ധം ഒഴിവാക്കേണ്ടത് എങ്ങനെ, സുഗന്ധം വരുത്തേണ്ടത് എങ്ങനെയെന്ന് ക്ലാസ് എടുത്താൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ വിചാരിക്കും അങ്ങനെയൊക്കെ പറ്റുമോ, അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ എന്ന് വിചാരിക്കും. ചെയ്യും, പറ്റും, നടക്കും. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു ന്യൂസ് ചാനലിൽ നമ്മുടെ സോളാർ കേസിൽ ഹിറ്റായ ബിജു രാധാകൃഷ്ണൻ ഉണ്ടല്ലോ, എല്ലാവരും പറഞ്ഞ വലിയ ക്രിമിനലാണ്, അവളാണ് ഇവനെ വഴിതെറ്റിച്ചത് എന്നൊക്കെ പറഞ്ഞ ബിജു രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിലോ എവിടെയോ ഒരു സ്ഥലത്ത് ഈ ഇന്ത്യയിലെ CSR കമ്പനികളുടെ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന പരശതം കോടി രൂപയുടെ പദ്ധതികൾ നിർവഹിക്കുന്ന ഒരു കമ്പനിയുടെ CEO ആയി നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിരുന്ന ആളുകളെ കാണുന്ന വീഡിയോ ദൃശ്യം നിങ്ങൾ കണ്ടായിരുന്നല്ലോ ന്യൂസ് ചാനലിൽ. കാരണം അദ്ദേഹം പറയുകയാണ് ഞാൻ UK-യിലായിരുന്നു, ഇതേ കമ്പനിയിലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ കേട്ടോണ്ടിരിക്കും. എത്ര ആളുകൾ അവിടെ ചെന്ന് കാണും? ഞാൻ പറഞ്ഞത്, ആത്മവിശ്വാസമുള്ളവന് ഏത് ചാണകക്കുഴി കൊണ്ടിട്ടാലും അവൻ തിരിച്ചു കയറി അതിൻ്റെ വഴിക്ക് തിരിച്ചു വന്ന് ഇതെല്ലാം മായ്ച്ച് തുടച്ച് മറവിയിൽ വിശ്വസിച്ച് എല്ലാവരെയും തേച്ച് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മൂക്കിൽ ഇഞ്ചി നട്ട് നല്ല സുഖമായി ജീവിക്കും. അങ്ങനെ എത്രയോ പേരുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഗോപിനാഥ് മുതുകാട് സാറ് എന്തെല്ലാം ആക്ഷേപങ്ങളും ആരോപണങ്ങളും പറഞ്ഞിട്ട് അതിൻ്റെ അന്വേഷണങ്ങളും അവരും ഇതുമൊക്കെ പറഞ്ഞിട്ട് പുള്ളി അതിൽ നിന്നെല്ലാം മാറി ഇപ്പോഴും പുള്ളി വളരെ മനോഹരമായ നല്ല സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചത് ഇല്ലേ? പിന്നെ അതുപോലെ തന്നെ എത്രയോ പേർ. അതൊക്കെ ആത്മവിശ്വാസത്തിൻ്റെ സംഗതിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ താതിർ സ്വർണ്ണക്കട മൻസൂറിൻ്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു തൊപ്പിയും 4 കോട്ടും ഒരു കണ്ണാടിയും ഒരു പുഞ്ചിരിയും കൊണ്ട് വന്ന് എത്ര കോടി രൂപ തേച്ചോണ്ടങ്ങ് പോയി. എന്നിട്ട് അവന് വല്ലതും പറ്റിയോ? എവിടെയൊക്കെയോ ഇരുന്ന് ഇപ്പോഴും പറയല്ലേ ഇൻഷാ അല്ലാഹ് എല്ലാം റെഡിയാവും, റമദാനോടുകൂടി ഒരു ഇൻ്റർനാഷണൽ കമ്പനി വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ തട്ടിവിട്ട് അങ്ങ് ജീവിക്കുകയല്ലേ. പോയവൻ്റെ എല്ലാം പോയി എന്നുള്ളതല്ലാതെ അവന് വല്ല ദോഷമുണ്ടോ? ഏതാണ്ട് അതേ മാർഗത്തിലാണ് നമ്മുടെ പഴയ സുലൈമാൻ ദാമിരി അല്ല ദാരിമി, രണ്ടായാലും ഒന്നുമില്ല. ദാമിരി ആയാലും ദാരിമി ആയാലും കാപ്പിരിയുടെ വീഡിയോ ആണ് മൊത്തം. ദേ ആ മനോഹരനായ നല്ല മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ താണ്ട പറയാണ്. കുറച്ച് വീഡിയോയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കമന്റ് എഴുതുന്നത് മുസ്ലിം നാമധാരികളാണ് കേട്ടോ. ഒരുപക്ഷെ നല്ല മുസ്ലിങ്ങൾ അതിൽ ഇല്ലെങ്കിലോ എന്നോർത്താണ് മുസ്ലിം നാമധാരികൾ എന്ന് പറഞ്ഞത്. അതിൽ ഏറ്റവും കൂടുതൽ വന്ന കമന്റ് എന്താണെന്ന് ചോദിച്ചാൽ ചാരിറ്റി. ഈ മുസ്ലിം നാമധാരികളെ പിടിക്കുന്ന എന്തിനാണെന്നറിയോ? അവന് നല്ല ബോധ്യമുണ്ട് ഏറ്റവും നല്ല വ്യവസായം ക്രിസ്ത്യാനികളുടെ അടുത്ത് നടത്താൻ കഴിയുന്നത്, എല്ലാ ക്രിസ്ത്യാനികളുടെ അടുത്തും അല്ല, ഈ മൂക്കിൽ ഇഞ്ചി നടാൻ പറ്റുന്ന തരത്തിൽ മൂക്ക് കൊണ്ടു കിടക്കുന്നവരുണ്ടല്ലോ, അവരെടുത്ത് നടത്താൻ പറ്റുന്ന കാര്യം മുസ്ലിം വിരോധമാണ്. ആ മുസ്ലിം വിരോധം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഇഞ്ചി മൂക്കിൽ നട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാണ് മുസ്ലിങ്ങളെ ഇവൻ ഇതിലേക്ക് പിടിച്ചിടുന്നത്. തീർന്നില്ല, ബാക്കി കേട്ടോളൂ. തട്ടിപ്പ് നടത്തി ചാരിറ്റി സ്വത്ത് വിഹിതം വെക്കുന്നതിൽ ദമ്പതികൾ തമ്മിൽ വഴക്ക് എന്നാണ്. ആദ്യം അറിയേണ്ടത് ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് ട്രസ്റ്റിന്റെ സ്വത്ത് ആർക്കും വിഹിതം വെച്ചെടുക്കാൻ പറ്റില്ല. പച്ച നുണയും പച്ച കള്ളത്തരവും ഇഗ്നോറൻസ് ഓഫ് ദി ലോ വെച്ചിട്ട് കമന്റ് ചെയ്തല്ലേ. രണ്ടാമത് വരുന്നൊരു കമന്റ്, ഈ ആദ്യത്തെ കള്ളം, ഈ കള്ളം പറയുന്നത് എന്തുവാണെന്നറിയാവോ? ട്രസ്റ്റൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, ട്രസ്റ്റൊക്കെ ഞാൻ നടത്തിയിട്ടുള്ളതുമാണ്, ട്രസ്റ്റിനകത്തൊക്കെ ഞാൻ അംഗമായിട്ടുള്ളതുമാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും മനോഹരമായി കാശ് മുക്കാൻ പറ്റിയ സംവിധാനം ട്രസ്റ്റാണ്. കാരണം ട്രസ്റ്റ് എപ്പോഴും ക്ലോസ്ഡാണ്. അതിനകത്തുള്ള ട്രസ്റ്റീസിന് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ അവകാശമുള്ളൂ. പബ്ലിക്കിൽ നിന്ന് ഒരാൾ വന്ന് ഇതിൻ്റെ ഒരു വിവരം അറിയണമെന്ന് പറഞ്ഞാൽ സർക്കാർ ഫണ്ടൊന്നും വാങ്ങിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പിന്നെ ആ വിവരങ്ങൾ പുറത്തു വിടേണ്ട ഒരു കാര്യവുമില്ല. രണ്ടാമത്തെ കാര്യം, ഒരു NGO ആണെങ്കിൽ, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിൽ മെമ്പർഷിപ്പ് ആ മെമ്പേഴ്സിനെല്ലാം ചോദിക്കാം. മെമ്പർഷിപ്പ് ഓപ്പണാണ്. ആരെങ്കിലും ഒരാൾ എന്നെ മെമ്പർ ആക്കണമെന്ന് പറഞ്ഞൊരു പേപ്പറിൽ അപേക്ഷ കൊണ്ട് തന്നാൽ അയാളുടെ മെമ്പർഷിപ്പ് നിരസിക്കുന്നതിന് കാരണം കാണിക്കണം. അയാൾ കോടതിയിൽ പോയാൽ അയാളെയും ഇതിൽ മെമ്പറാക്കണം, പൊതുയോഗം വിളിക്കണം, അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ കേമികളും കേമനും കേമിയുമായ സാക്ഷാൽ ഈ മാരിയോയും പിന്നെ മാരിയോ മോളും മാരിയോ മോനും ചേർന്ന് ട്രസ്റ്റ് ഉണ്ടാക്കിയത് ഒന്നും തട്ടിക്കാതിരിക്കാനൊന്നുമല്ല. ഒരു സംഗതിയും ആരും കൊണ്ടുപോകരുത്. തങ്ങളുടെ കൈപ്പിടിയിൽ മുള്ളുവേലി ഇട്ടിരിക്കുന്നത് പോലെ അതിനകത്ത് നിർത്തി തേവി തീർക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ കാര്യത്തിൽ പറയുന്നത് എന്താ അറിയോ? അത് ആർക്കും വീതം വെക്കാനൊക്കത്തില്ല. വീതം വെക്കുന്നത് എന്തിനാ? ഒരു ട്രസ്റ്റ് നടത്തി 10-100 കോടി രൂപ പിരിച്ചിട്ട് ആ 100 കോടി രൂപ ചിലവെഴുതി കണക്കെഴുതി പല രൂപത്തിൽ കീശയിലാക്കി
പല പേരിലേക്കും പല പരിപാടികളിലേക്കും വകമാറ്റി ചെലവഴിച്ച് അവസാനം ട്രസ്റ്റിനകത്ത് 500 രൂപ മാത്രം മിച്ചമാക്കി 5 സെൻറ്റ് സ്ഥലവും ഒരു കെട്ടിടവും മാത്രം മിച്ചമാക്കിയാൽ പണി കഴിഞ്ഞില്ലേ? പണി തീർന്നില്ലേ? ഇപ്പോൾ ട്രസ്റ്റ് എന്നും പറഞ്ഞുണ്ടാക്കി വീട് വെക്കുന്നു. ഒരാളൊരു വീട് വെച്ച് കൊടുക്കുകയെന്നേ ശരിയാ, ആ ആൾക്ക് മാത്രം വീട് വെച്ചാൽ അയാളങ്ങ് ചെയ്തോളും. ഇത് വീട് വെക്കാനെന്ന പേരിൽ എല്ലാവരിൽ നിന്നും പബ്ലിക്കായി പിരിക്കുമ്പോൾ ഒരു വീട് വെക്കുന്നതിന് വരെ 25 വീടിൻ്റെ കാശ് കിട്ടും. 24 തേക്കാം, 1 വെക്കാം. എന്നിട്ടാണ് പുള്ളി വലിയ കൂടിയ ആളായിട്ടിരുന്ന് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും എടുക്കാനൊക്കത്തില്ല എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഇതിയാൻ ഈ ഇസ്ലാം മതത്തെക്കുറിച്ച് പറഞ്ഞ് ക്രിസ്ത്യാനികളെ വഴിതെറ്റിക്കുന്നതും അനാവശ്യങ്ങൾ പറയുന്നതും എല്ലാം ഇതുപോലെ. ഈ ട്രസ്റ്റിൻ്റെ കാര്യത്തിൽ കള്ളം പറഞ്ഞതുപോലെയാണ് ബാക്കി കാര്യങ്ങളിലും കള്ളം പറയുന്നതെന്ന് പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരന്മാർ വിശ്വസിക്കണം. വിശ്വസിക്കുന്നത് എന്തിനാ? മുസ്ലിങ്ങൾക്ക് നന്മയൊന്നും ഉണ്ടാക്കാനല്ല, യവനെപ്പോലുള്ളവൻ നിങ്ങളുടെ മൂക്കിൽ ഇഞ്ചി വിറ്റ് ജീവിക്കാതിരിക്കാൻ വേണ്ടിയോ മാത്രമാണ്. അടുത്തത് ചാരിറ്റി തട്ടിപ്പിൽ കോടികൾ ഉണ്ടാക്കി എന്നാണ് സ്വദേശത്ത് നിന്നും വിദേശത്ത് നിന്നും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സംഘടിതമായി വേണമെങ്കിലും ഒറ്റയ്ക്ക് വേണമെങ്കിലും എന്റെ മുമ്പിലേക്ക് വരാം. എന്റെ സകല ബാങ്ക് ഡീറ്റെയിൽസും നിങ്ങൾക്ക് നൽകാം. എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ പാസ്ബുക്കും ATM കാർഡും ക്രെഡിറ്റ് കാർഡും ചെക്ക് ക്ലെയിം ചെക്കിൽ ഒപ്പിട്ടും നിങ്ങൾക്ക് തരാം. ബാങ്കിലുള്ളത് മുഴുവനും നിങ്ങൾ കൊണ്ടുപോകുന്നത്. അതുപോലെ എന്റെ പേരിൽ എന്തെങ്കിലും സ്വത്തുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ പേപ്പറുകളും നിങ്ങൾക്ക് തന്നിട്ട് കൊണ്ടുപോകണം. പക്ഷെ ഒരു കാര്യം കൂടെ എനിക്ക് വേണ്ടി ഇതൊന്നും മിടുക്കന്മാരായ ആളുകളാരും ഇങ്ങനൊന്നും സൂക്ഷിക്കത്തില്ല സുലൈമാനെ. ഇതുകൊണ്ട് സുലൈമാന് പ്രയോജനം ഉണ്ടായോ? പഴയ സുലൈമാന് പ്രയോജനം ഉണ്ടാകണോ എന്ന് അറിയണമെങ്കിൽ സുലൈമാൻ്റെ കാലത്ത് സുലൈമാനെ പോലെ അന്ന് ദറസിലോതിയ ഏതെങ്കിലും ദാരിമി ഉസ്താദന്മാരുടെ ജീവിതം പോയി എടുത്ത് നോക്കണം. അവർ കഴിയുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. ഇപ്പം ഈ സുലൈമാനായ ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്ന ആൾ ധരിച്ചിരിക്കുന്ന വസ്ത്രവും കണ്ണാടിയും എല്ലാം കൂടെ എത്ര ലക്ഷം രൂപയുടെ ഉണ്ട്? ഇതുവല്ലോ ഇതിൽ നിന്നൊരു ഉസ്താദായാൽ പറ്റുമോ സുലൈമാനെ? എന്നിട്ട് സുലൈമാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ കുറേ പറയുന്നുണ്ട്, ഞാൻ എല്ലാം കേൾപ്പിക്കുന്നില്ല. അപ്പം ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും മാർഗത്തിൽ ഈ ബിജു രാധാകൃഷ്ണനെ പോലെ നമ്മുടെ മുക്താദിർ മൻസൂറിനെ പോലെ വേറൊരു രൂപത്തിൽ വരികയാണ് മുസ്ലിം വിരോധത്തിൻ്റെ ഒരു ബ്രാൻഡ് വിറ്റെടുക്കാൻ വേണ്ടി. മുസ്ലിങ്ങളെല്ലാവരും തെറി പറയുന്നേ, മുസ്ലിങ്ങളെല്ലാവരും അതെല്ലാവരെയും തെറി പറയുന്ന കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദുക്കളുണ്ട്. അതിപ്പോൾ നിങ്ങൾ പോയി ഇപ്പോൾ ഐഷ പോറ്റിയുടെ പേജിൻ്റെ താഴെ അല്ലെങ്കിൽ അവർ പാർട്ടി മാറിയതിൻ്റെ താഴെ തീസ്ത വിളിച്ചേക്കുന്നവരുടെ എണ്ണം ഒന്ന് ആലോചിച്ച് നോക്ക്. ജനങ്ങൾക്ക് വിരുദ്ധ അഭിപ്രായം വരുമ്പം അതിൽ ഒരു ജാതിക്കാർ മാത്രം ഒന്നും പറയരുത്, ബാക്കി ജാതിക്കാർ മാത്രമേ പറയാവൂ എന്ന് പറയുന്ന വിധിവിലക്കൊന്നും സോഷ്യൽ മീഡിയയിലില്ല, എല്ലാവരും പറയും. അപ്പോൾ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഒരു പുനർജീവനത്തിന് വേണ്ടി ഒരു മുസ്ലിങ്ങളുടെ ജിഹാദികളുടെ ഇരയാണ് താനെന്ന് വരുത്തി ഉപജീവന മാർഗം ശക്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഒരു ഇഞ്ചി കൃഷിക്ക് തുടക്കത്തിനുള്ള വിത്തിഞ്ചിയായിട്ട് നടക്കുകയാണ് മാരിയോ ജോസഫ്. അത് പ്രിയപ്പെട്ട ക്രൈസ്തവ മതവിശ്വാസികൾ ദയവായി ഓർത്തിരിക്കണം എന്ന് മാത്രം പറയുന്നു എന്നേ ഉള്ളൂ. ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്കൊന്നും ഇനി അബദ്ധം പറ്റൂല. പക്ഷേ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെടുന്ന ചിലരെങ്കിലും നിരപരാധിയാണ്, ഈ പറയുന്നതൊക്കെ ശരിയല്ലേ, അയാൾക്ക് ട്രസ്റ്റില്ലേ, അയാളുടെ അക്കൗണ്ടില്ലേ, ഇതിലൊന്നും ഒരു കാര്യവുമില്ല. ഇതെല്ലാം ഉഡായിപ്പാണ്, ഫുൾ ഉഡായിപ്പാണ്.